താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ജനകീയ ഹോട്ടൽ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പഞ്ചായത്ത് നമ്പർ, ലൈസൻസ്, ഹെൽത്ത് കാർഡ് ഇതൊന്നുമില്ലാതെയാണ് നിലവിലെ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഇതിനായി പഞ്ചായത്ത് ഓൺ ഫണ്ടിൽ നിന്നും 2,40,000 രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന സംരംഭം എന്ന നിലയിലാണ് നിയമം മറികടന്ന് ഇതിന് ഫണ്ട് അനുവദിച്ചതെന്നും വനിതാ ലീഗ് ആരോപിച്ചു. നേരത്തെ EMS ആശുപത്രിക്ക് സമീപം പഞ്ചായത്തിന്റെ അനുമതിയോടെ തുടങ്ങിയ ജനകീയ ഹോട്ടലിന് ആനുകൂല്യങ്ങളൊന്നും നൽകാതെയാണ് അടച്ചുപൂട്ടിച്ചത്. ഇത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു. നടത്തിപ്പുകാരായ സ്ത്രീകൾക്ക് 7 ലക്ഷത്തോളം രൂപ കടബാധ്യത വന്നിട്ടുണ്ടെന്നും ആരോപിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. എന്ന് പറഞ്ഞാൽ അത് ജനകീയ അടിസ്ഥാനത്തിൽ നടത്തുന്നതായിരിക്കണം, അത് ജനകീയ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നതായിരിക്കണം, അത് ജനമധ്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന സംശയങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നതായിരിക്കണം. ആ കാര്യത്തിൽ ഒരു പുകമറ ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് ബാക്ക് സീറ്റ് ഡ്രൈവിങ്ങിന് ആർക്കും അവസരം കൊടുക്കാൻ പാടില്ല. ആ കാര്യത്തിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു നയാ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണക്കിൽപ്പെടുത്തണം. അതെങ്ങനെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ന്യായീകരിക്കാനും കഴിയണം. വനിതാ ലീഗ് പ്രസിഡന്റ് പ്രബീന ഹബീബ് അധ്യക്ഷയായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MT അഫ്സൽ, വനിതാ ലീഗ് സെക്രട്ടറി അഫ്സദ്, വനിതാ ലീഗ് നേതാക്കളായ സാപ്പിക സത്താർ, റീന പെട്ടമണ്ണ, KP നിഷാദ് ബാനു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിപക്ഷം കൂടാതെ പഞ്ചായത്തിൽ മറ്റ് 2 പക്ഷങ്ങൾ കൂടിയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ VP റഷീദ് പറഞ്ഞു. ചെലവഴിക്കാൻ സാധിക്കുക ഭരണപക്ഷം ഇവിടെ ഇല്ലല്ലോ. ഇവിടെയുള്ള പക്ഷം ഏതൊക്കെയാണ്? ഒന്ന് പ്രസിഡന്റ് പക്ഷം, മറ്റൊന്ന് വൈസ് പ്രസിഡന്റ് പക്ഷം, മറ്റൊന്ന് പ്രതിപക്ഷമാണ്. ഭരണപക്ഷം എന്ന് പറയുന്ന സംഗതി താഴേക്കോട് പഞ്ചായത്തിൽ ഇല്ലാത്തതിൻ്റെ ദുരവസ്ഥയാണ് ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമരത്തിലൂടെ ഞങ്ങൾ പറയുകയാണ്. ഒരിക്കലും അങ്ങനെ സംഗതിയില്ല. പരസ്പര പോരും തല്ലുവാണ്. ധർണയ്ക്ക് ശേഷം മുദ്രാവാക്യം വിളിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.